എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്നുള്ള സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന 5 മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് കണ്ട് ഈ ഒരു 5 പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിച്ചേക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതിലെ മോഡൽ എക്സാമിൻ്റെ ഒരു രീതി അനുസരിച്ച് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയിൽ നിന്ന് നമുക്ക് 100% ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം ടോട്ടൽ ചാപ്റ്റർ വെയിറ്റേജ് വളരെ കൂടുതലാണ്. പുതിയൊരു രീതി അനുസരിച്ച് ഏകദേശം 9 മാർക്കിൻ്റെ വെയിറ്റേജ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു 3 മാർക്ക് നമുക്ക് എവിടുന്ന് പ്രതീക്ഷിക്കാം? കണ്ടിന്യൂറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബാക്കി നിൽക്കുന്ന 6 മാർക്ക് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഇത് രണ്ടും മോഡൽ എക്സാമിന് കണ്ട സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതെ പോകരുത്, ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിയാലേ നമുക്ക് 3 മാർക്കിങ് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. 1, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1, അതായത് എക്സിൻ്റെ വാല്യൂ 1-നേക്കാൾ വലുത്, അതായത് 1 മുതൽ ഇൻഫിനിറ്റി വരെ, എക്സ് ബിലോങ്സ് ടു 1 ടു ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സിൻ്റെ വില എന്തുവാ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടുമ്പോൾ എക്സ് പ്ലസ് 1 ആണ്. ഇത് കണ്ടിന്യൂസ് ആണോ? അല്ലേ, ഇത് കണ്ടിന്യൂസാ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് നമ്മൾ ജനറലി പഠിച്ചു വെക്കുന്ന സംഭവമാണ്. ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതെന്ത് ഫംഗ്ഷനാണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആവുന്നത്? ബ്രാക്കറ്റിൽ നമ്മൾ റീസൺ കൊടുക്കണം. എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ്, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ്. എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ക്ലിയർ? ഇനി എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കുറയുന്ന കേസിലോ? ഇഫ് എക്സ് ലെസ് ദാൻ 1 ആവുന്ന കേസിൽ, എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -∞ മുതൽ 1 വരെയുള്ള വാല്യൂസ്. ഓക്കെ, ആ സമയത്ത് എഫ് ഓഫ് എക്സ് ആരാ? എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതും കണ്ടിന്യൂസാ, ഇതും പോളിനോമിയൽ ഫംഗ്ഷനാ. ശരിയല്ലേ? ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നിങ്ങൾ റീസൺ എഴുതിക്കോണം. നേരത്തെ എഴുതിയ അതേ റീസൺ അല്ലേ? ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നേരത്തെ എഴുതിയ അതേ റീസൺ തന്നെ നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തോണം. എന്താണ് റീസൺ? എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അപ്പോൾ എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കുറയുമ്പോഴും കണ്ടിന്യൂസ് ആണ്, എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കൂടുമ്പോഴും കണ്ടിന്യൂസ് ആണ്. ഇനി എവിടെ പ്രശ്നം? എക്സിന്റെ വാല്യൂ 1-ൽ കണ്ടിന്യൂസ് ആണോ എന്നറിയണം. എടാ, ഇത് രണ്ടും കൂടെ എഴുതുന്നതിന് 1 മാർക്ക് ഉണ്ട്. ഇനി 2 മാർക്കാണ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കണ്ടുപിടിച്ച് കൺക്ലൂഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഇത് എഴുതാതെ മറ്റേത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. ചിലരുണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും മാത്രം കണ്ടുപിടിച്ചിട്ട് എഴുതും. ബാക്കിയുള്ള പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് പറയണ്ടേ? അപ്പോഴല്ലേ ഒരു കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് പൂർണ്ണമാവുന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് 1-ലെ കണ്ടിന്യൂറ്റിയാണ്. അപ്പം ഇവിടെ 1 ഇൻക്ലൂഡിങ് അല്ല, 1-ലെ കണ്ടിന്യൂറ്റി കണ്ടോ. 1 എന്ന് പറയുന്ന പോയിന്റ് പ്രത്യേകം എന്തോ? ഫംഗ്ഷൻ 2 സ്വഭാവം കാണിക്കുന്ന പോയിന്റ് അല്ലേ? 1-ന് മുൻപ് ഫംഗ്ഷൻ ഒരു സ്വഭാവം, 1-ന് ശേഷം മറ്റൊരു സ്വഭാവം. അപ്പം അങ്ങനെയാണെങ്കിൽ 1-ന്റെ ലെഫ്റ്റ് ലിമിറ്റും 1-ന്റെ റൈറ്റ് ലിമിറ്റും ചെക്ക് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രം നമുക്ക് പറയാം ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന്, അല്ലെ? പൂർണ്ണമായും എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 1-ലും കൂടെ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ പോവാണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോഴുള്ള ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കുറയുമ്പോൾ, അതായത് എക്സ് ലെസ് ദാൻ 1. ഉത്തരം എന്തുവാ? എക്സ് സ്ക്വയർ പ്ലസ് 1. ശരിയല്ലേ? എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കുറയുമ്പോൾ, അതാണ് 1 മൈനസ് എന്ന് പറഞ്ഞാൽ. 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കൂടുമ്പോൾ, എക്സ് ലെസ് ദാൻ 1 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില 1-നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 1. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാ? എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി ആണ്ട് എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 മൈനസ് എന്ന് എഴുതിയാൽ അതും ആ ഒരു ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വാല്യൂ കൊടുക്കുന്ന 1 തന്നെയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താണ്? 1 സ്ക്വയർ പ്ലസ് 1, 1 പ്ലസ് 1 2. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കിക്കോ. റൈറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1-നേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1. എക്സ് ഗ്രേറ്റർ ദാൻ 1-ലെ എഫ് ഓഫ് എക്സ് ആരാ? എക്സ് പ്ലസ് 1. വാല്യൂ കൊടുത്തേ. എക്സിന്റെ സ്ഥാനത്തോട്ട് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 2. അപ്പോൾ 2 ആൻസർ ആയല്ലോ.
ലെഫ്റ്റ് ലിമിറ്റുമായി റൈറ്റ് ലിമിറ്റുമായി. രണ്ടും സെയിം ആണോ? 2 2 സെയിമാ, ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. ഇനി നമുക്ക് എഫ് ഓഫ് 2 കൂടെ നോക്കണം. 2 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ. സോ എഫ് ഓഫ് 1 കൂടെ നോക്കണം. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 1 ആകുമ്പോൾ തന്നെ ഈക്വൽ ടു കണ്ടീഷൻ, ഈക്വൽ ടു 1 എന്നുള്ള സാധനം. കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ആരാണ്? എക്സ് പ്ലസ് 1 ആണ് ഫംഗ്ഷൻ. എക്സിന് 1 കൊടുത്താൽ 1 + 1 എന്താണ്? 2. ഇതെല്ലാം സെയിമാ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് 1 സെയിമാ. അതായത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. therefore ലിമിറ്റ് ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് 1 എന്ന് പറയുന്നതും സെയിമാണ്. 2 തന്നെയാണ് എല്ലാം കിട്ടുന്നത്. therefore നമുക്ക് എന്ത് പറയാം? 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് പൂർണ്ണമായും എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. x² പ്ലസ് xy പ്ലസ് y² ഇസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ dy/dx കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണേ. നോക്കിക്കോ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതെങ്ങനെയുള്ളൊരു ചോദ്യമാണ്? എക്സും വൈയും ചിഹ്നിച്ചെറിയ പോലെയുള്ള ഒരു ഇക്വേഷൻ അല്ലേ? ഇംപ്ലിസിറ്റ് ഫോം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. എന്താണ് ഇംപ്ലിസിറ്റ് ഫോം? ഇംപ്ലിസിറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. x² ഡെറിവേറ്റീവ് 2x. ഇവിടെ എക്സും ഫംഗ്ഷനാണ്, വൈയും ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. എന്താണ് പ്രോഡക്റ്റ് റൂള്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, വൈയുടെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പോൾ അത് പരിപാടി കഴിഞ്ഞു. ഇനി y² ഡെറിവേറ്റീവ് എന്താണ്? 2y ഇൻറ്റു കഴിയുന്നില്ല, വൈയുടെ ഡെറിവേറ്റീവ് എഴുതാൻ മറന്നു വരുന്നത് dy/dx. അപ്പോൾ എവിടൊക്കെ y ഉള്ള ഒരാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ കൂടെ ആര് വരും? dy/dx വരും. ചെയിൻ റൂൾ പ്രകാരം അല്ലേ? ഈക്വൽ ടു 100ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ഇനി dy/dx ഉള്ളവരൊക്കെ ഒരുമിച്ചാക്കിക്കേ. dy/dx ഉള്ള 2 പേരുണ്ട്. എക്സ് ഇൻറ്റു dy/dx ഉണ്ട്, പിന്നെ 2y ഇൻറ്റു dy/dx ഉണ്ട്, 2y ഇൻറ്റു dy/dx ഉണ്ട്. dy/dx ഉള്ളവരെ ഒരുമിച്ചാക്കി. ബാക്കിയെല്ലാം അപ്പുറം കൊണ്ടോ. പ്ലസ് 2x അപ്പുറം പോയാൽ മൈനസ് 2x. y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ y ആ. പ്ലസ് y അപ്പുറം പോയാൽ മൈനസ് y. ഓക്കെ ആണല്ലോ? അതാണ് നോക്കിയേ. ഈ 2 ടേംസിൽ നിന്ന് ആരെ പുറത്തെടുക്കാം? dy/dxനെ നമുക്ക് പുറത്തെടുക്കാം. ബാക്കി ആരുണ്ട്? dy/dx പോയാൽ ഇവിടെ x ഉണ്ട്, dy/dx പോയാൽ ഇവിടെ 2y ഉണ്ട്. ഈക്വൽ ടു മൈനസ് 2x മൈനസ് y. ഇനി ഇവിടുന്ന് dy/dx എഴുതാമല്ലോ. ഇവിടെ ഗുണിച്ചിരിക്കുന്ന ആള് അപ്പുറം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി അല്ലേ? therefore dy/dx is equal to മൈനസ് 2x മൈനസ് y ഡിവൈഡഡ് ബൈ ഇയാൾ നേരെ താഴെ വരും x പ്ലസ് 2y. മൈനസ് 2x മൈനസ് y ബൈ എക്സ് പ്ലസ് 2y. ഓക്കെ ആണേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് എഴുതി പഠിച്ചോ, വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം. y is equal to a sin cube t, x is equal to a cos cube t. നമുക്ക് dy/dx കണ്ടുപിടിക്കണം. അറ്റ് തീറ്റ is equal to എന്താണ്? π/4. നോക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് പാരാമെട്രിക് ആണ്. y as a ഫംഗ്ഷൻ ഓഫ് തീറ്റ, x as a ഫംഗ്ഷൻ ഓഫ് തീറ്റ. അതെന്താണ്? പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ ആണ് അല്ലെ? പാരാമെട്രിക് ഫോം ആണ്. പാരാമെട്രിക് ഫോം ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ പാരാമീറ്റർ തീറ്റ ആയതുകൊണ്ട് dy/dx കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? dy/dx is equal to dy/dθ ഡിവൈഡഡ് ബൈ dx/dθ അല്ലെ? dy/dθ ബൈ dx/dθ. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യാം. നമുക്ക് y എന്ന് പറയുന്നത് എന്തുവാ?
എ സൈൻ ക്യൂബ് തീറ്റയാ. ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിച്ചേ. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ആദ്യമേ ചെയിൻ റൂൾ പ്രകാരം ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ സൈൻ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 സൈൻ സ്ക്വയർ തീറ്റ. കഴിഞ്ഞില്ല. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സൈൻ അല്ലേ, സൈൻ തീറ്റ. സൈൻ തീറ്റ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റ. പിടികിട്ടിയോ? സെറ്റ് അല്ലേ? ഇനി അതേപോലെ ഡി എക്സ് ബൈ ഡി തീറ്റ വേണം. അപ്പം അതിനുവേണ്ടി എക്സ് എന്ന് പറയുന്നത് എന്താണോ? എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ക്യൂബ് തീറ്റയാണ്. എ കോസ് ക്യൂബ് തീറ്റയാണ്. ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² എന്ന് പറയുന്ന പോലെ കോസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കഴിയുന്നില്ല കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റ അല്ലെ, മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇനി ഈ വിലകൾ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് വരെ ഇതൊന്ന് വൃത്തിയാക്കാം അല്ലേ. 3 ആദ്യം എഴുതാം, എ രണ്ടാമത് എഴുതാം, സൈൻ സ്ക്വയർ തീറ്റ മൂന്നാമത് എഴുതി, കോസ് തീറ്റ നാലാമതാക്കാം. ഇവിടെ മൈനസ് ആദ്യമേ ഇടാം, 3 ആദ്യം എഴുതാം, എ രണ്ടാമത് എഴുതാം, കോസ് സ്ക്വയർ തീറ്റ മൂന്നാമത് എഴുതി, സൈൻ തീറ്റ നാലാമത് എഴുതാം. ഓക്കെ, ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഇനി വാല്യൂസ് കൊടുത്തോ. ഡി വൈ ബൈ ഡി തീറ്റ ആണേ. ഡി വൈ ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് പകരം നോണ്ടേ, ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് പകരം 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് പകരം, ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് പകരം മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. ഓക്കെ ആണേ. 3യും 3യും വെട്ടാം, എയും എയും വെട്ടാം, ഒരു സൈൻ തീറ്റയും സ്ക്വയറും വെട്ടാം, കോസ് തീറ്റയും സ്ക്വയറും വെട്ടാം. ഓക്കെ, ബാക്കി നിൽക്കുന്ന ഒരു മൈനസ് ഉണ്ട്, പിന്നെ മുകളിലൊരു സൈൻ തീറ്റ ബാക്കി നിൽപ്പുണ്ട്, താഴെ ഒരു കോസ് തീറ്റ ബാക്കി നിൽപ്പുണ്ട്. മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. അപ്പോൾ മൈനസ് ടാൻ തീറ്റ ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടുക അല്ലേ. മൈനസ് ടാൻ തീറ്റ ആണ് ഡി വൈ ബൈ ഡി എക്സ് കിട്ടുക. പക്ഷെ നമ്മളോട് അവർ പറയുന്നത് എന്താ? ഡി വൈ ബൈ ഡി എക്സ് അറ്റൊരു പോയിന്റ് അല്ലെ, π/4 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു π/4, ടി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? π/4 കൊടുക്കാം. ശ്രദ്ധിച്ച് അങ്ങോട്ട് കൊടുത്തേ. മൈനസ് ടാൻ തീറ്റ കാണുന്ന സ്ഥലത്തോട്ട് π/4 ഈക്വൽ ടു മൈനസ് ടാൻ π/4 എന്ന് പറഞ്ഞാൽ ടാൻ 45. ടാൻ 45 എത്ര എന്നറിയാലോ? 1 ആണെന്നറിയാം അല്ലേ. അപ്പം ആൻസർ എന്താണ് കിട്ടുക? -1 ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം ഏകദേശം 4 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ല ചോദ്യം. നോക്കിക്കോ. y is equal to tan inverse x ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് x² plus 1 whole square y2 plus 2x into x² plus 1 y1 is equal to 2. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് y1 എന്ന് പറയുന്നത്. y1 എന്ന് പറഞ്ഞാൽ എന്താണോ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. y2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ്, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അത് ആദ്യമേ ഒന്ന് കണ്ടുപിടിക്കാം. y1 ആദ്യം കണ്ടുപിടിച്ചോ. y1 എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, y എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ക്വയർ ആണ്. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ് ആണ്. പറഞ്ഞേ, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സ്ക്വയറാണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ അതായത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ചോദ്യം പ്രകാരം y2 വേണ്ടി വരും. പക്ഷെ y2ലേക്ക് പോകരുത്. ഇവിടെ നേരിട്ട് y2ലേക്ക് പോയാൽ ഇവിടെ ക്വോഷ്യന്റ് റൂൾ എടുക്കേണ്ടി വരും അല്ലേ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ക്വോഷ്യന്റ് റൂൾ എടുക്കേണ്ടി വരും. ശരിയല്ലേ? അത് ഒഴിവാക്കാൻ എന്താണ് വഴി? ഇപ്പം നമുക്ക് കിട്ടിയ സാധനം എന്തുവാ? y1 is equal to 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതാ കിട്ടിയ സാധനം. ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? y1 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ശരിയല്ലേ? y1 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y2 ഉണ്ടാക്കാനും പറ്റും. ക്വോഷ്യന്റ് റൂൾ എടുക്കുകയും വേണ്ട, പ്രോഡക്റ്റ് റൂൾ എടുത്താൽ മതി. ശരിയല്ലേ? പ്രോഡക്റ്റ് റൂൾ അല്ലേ എളുപ്പം ക്വോഷ്യന്റ് റൂളിനെക്കാളും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ്
വിത്ത് റെസ്പെക്ട് ടു എക്സ്. y1 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, 1ന്റെ ഡെറിവേറ്റീവ് 0, എക്സ് സ്ക്വയറിൻ്റെത് 2x പ്ലസ് സെക്കൻഡ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1ന്റെ ഡെറിവേറ്റീവ് y2 ആണ് അല്ലേ. y1ന്റെ ഡെറിവേറ്റീവ് ആണ് y2. y2 എന്ന് പറയുന്നതാണ് d²y/dx². ശരിയാണല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കഴിഞ്ഞു പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കഴിഞ്ഞു ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/1 പ്ലസ് x². ഇപ്പോൾ നമുക്ക് y2 ഉം y1 ഉം ഒക്കെ നമ്മുടെ സിനാരിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡ് ശ്രദ്ധിച്ചേ, റൈറ്റ് സൈഡ് 2 മാത്രം മതി. ഇവിടെ 2ന്റെ കൂടെ ശല്യക്കാരനായിട്ട് ഒരു 2/1 പ്ലസ് x² ഉണ്ട്. അപ്പോൾ ഈ 1 പ്ലസ് x² ഒഴിവാക്കാൻ ത്രൂ ഔട്ട് ഒരു 1 പ്ലസ് x² കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിയല്ലേ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1 പ്ലസ് x² കൊണ്ട് ഗുണിക്കുവാണേ, അവിടെ ഓൾറെഡി ഒരു 2x ഉണ്ട്, ഒരു 1 പ്ലസ് x² കൂടെ വരും, കൂട്ടത്തിൽ ഒരു y1 ഉണ്ട്, ഓൾറെഡി ഇവിടെ ഒരു 1 പ്ലസ് x² ഉണ്ട്, ഒരു 1 പ്ലസ് x² കൂടെ വരുമ്പോൾ 1 പ്ലസ് x²ന്റെ സ്ക്വയർ. ശരിയല്ലേ. ഓൾറെഡി 1 പ്ലസ് x² ഉണ്ട്, ഒരു 1 പ്ലസ് x² കൂടെ വരുമ്പോൾ 1 പ്ലസ് x²ന്റെ സ്ക്വയർ ആവും. അവിടെ y2 ഉണ്ട്, 2 ഇൻറ്റു ഇവിടെ ഒരു 1 പ്ലസ് x² വന്നാൽ അത് വെട്ടിപ്പോയില്ലേ, ഒരു 1 പ്ലസ് x² മോളിൽ വന്നു, താഴെ ഓൾറെഡി ഒരു 1 പ്ലസ് x² ഉണ്ടായിരുന്നു, അവന്മാരങ്ങ് വെട്ടിപ്പോയി. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞേ ചോദ്യത്തിലെ പോലെ. ആദ്യം ഈ രണ്ടാമത് കിടക്കുന്ന ടേം ആദ്യം എഴുതാം. 1 പ്ലസ് x² വേണമെങ്കിൽ എനിക്ക് x² പ്ലസ് 1 എന്ന് എഴുതാം, സംശയമില്ലല്ലോ. അതിനൊരു സ്ക്വയർ ഉണ്ട്, എന്നിട്ട് ഞാൻ y2 എഴുതുന്നു പ്ലസ് ഈ ടേം രണ്ടാമത് എഴുതുന്നു, എന്താണ് 2x ഇൻറ്റു 1 പ്ലസ് x² വേണമെങ്കിൽ എങ്ങനെ എഴുതാം, x² പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അതിൻ്റെ കൂടെ ആരുണ്ട്, y1 ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇനി ആര് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. പ്രൂഫായില്ലേ x² പ്ലസ് 1 ഹോൾ സ്ക്വയർ y2 പ്ലസ് 2x ഇൻറ്റു x² പ്ലസ് 1 y1 ഈക്വൽ ടു 2. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അഞ്ചാമത്തെ ചോദ്യം നോക്കിയോളൂ. ഡിഫറൻഷിയേറ്റ് സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ്. സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ എന്തോ ചെയ്യണ്ടേ, ആദ്യമേ ഇത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണം. ഡിഫറൻഷിയേഷൻ നമുക്ക് 3-4 ടൈപ്പ് നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയാ, പാരാമെട്രിക് ഉണ്ട്, ലോഗരിതമിക് ഉണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട്. അതിലെ ഏതാണിത്? ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ, ഒരു എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് രൂപത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ റൈസ് ടു ഫംഗ്ഷൻ എന്നുള്ള രൂപത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ലോഗരിതമിക് ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഇതൊരു ഫംഗ്ഷൻ, അതിൻ്റെ പവറിലൊരു ഫംഗ്ഷൻ, അങ്ങനെയാണെങ്കിൽ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ y ആയിട്ട് വിളിക്കുക എന്നുള്ളതാണ്. ലെറ്റ് y ഇസ് ഈക്വൽ ടു എന്താണ്, സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ്. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗ് എടുക്കുക അല്ലേ. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും, ലോഗ് y ഇസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ്. ഇനി എന്താ അപ്ലൈ ചെയ്യുക, ലോഗ് എ റൈസ് ടു എൻ എന്നുള്ള ഇക്വേഷൻ അല്ലേ. ലോഗ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ഇൻറ്റു ലോഗ് എ ആണ് അല്ലേ. ലോഗ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ലോഗ് എ ആണ്. അപ്പോൾ ലോഗ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ നേരെ താഴെ ഇറങ്ങും, കോസ് എക്സ് നേരെ താഴെ ഇറങ്ങും, ശരിയല്ലേ. അപ്പോൾ എന്ത് വരും, ലോഗ് വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് താഴെ ഇറങ്ങിയാൽ കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് അല്ലേ. കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ചോദ്യം ഇംപ്ലിസിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇംപ്ലിസിറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്, എക്സ്. എക്സ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചേ, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. കോസ് എക്സ് ഫംഗ്ഷൻ, ലോഗ് സൈൻ എക്സ് ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സെക്കൻഡ് ആരാ, ലോഗ് സൈൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അവിടെ ചെയിൻ റൂൾ ഉപയോഗിക്കണം. ലോഗരിതം എന്നൊരു ഫംഗ്ഷനുണ്ട്, സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്. പുറത്ത് വയ്ക്കുന്ന ഫംഗ്ഷൻ ലോഗാണ്, ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/, അകത്തുള്ള ആൾ സൈൻ എക്സ് ഇൻറ്റു, കഴിയുന്നില്ല, ചെയിൻ റൂൾ പ്രകാരം അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അകത്ത് കിടക്കുന്ന സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കഴിഞ്ഞു പ്ലസ്
സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് ആരാ? ഇതാണ് നമ്മുടെ സെക്കൻഡ്. ലോഗ് സൈൻ എക്സ് ആണ് സെക്കൻഡ്. ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ആരാ? കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവോ മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, എന്തോരോടാ? സോ 1/y ഇൻറ്റു dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, വേണമെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് എന്നാക്കാം, അല്ലെങ്കിൽ ഒരു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താക്കാം? കോട്ട് എക്സ് എന്നാക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം നിർബന്ധമില്ല. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? സൈൻ എക്സ് ഉണ്ട്. പ്ലസും മൈനസും ചേർന്ന് മൈനസ്, സൈൻ എക്സ് ആദ്യം എഴുതി, ബാക്കി ലോഗ് ബ്രാക്കറ്റിനുള്ളിൽ സൈൻ എക്സ്, ലോഗ് ഓഫ് സൈൻ എക്സ്. ഇനി y നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. നമുക്ക് dy by dx മാത്രം മതി. സോ അതിന് y ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ dy by dx ഇസ് ഈക്വൽ ടു y ഇൻറ്റു എന്ത് വരും? ഇയാൾ അതേപോലെ എഴുതുക. കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ്, കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. ആൻഡ് ഫൈനലി y നമ്മൾ കയ്യിൽ നിന്നിട്ട് കൊടുത്ത വാല്യൂ. ചോദ്യത്തിനകത്ത് y എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. y കയ്യിൽ നിന്നിട്ട് കൊടുത്ത വാല്യൂ ആണ്. അത് നമ്മൾ തിരിച്ചു കൊടുക്കുക. yക്ക് പകരം സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ് തിരിച്ചു കൊടുത്താൽ എന്ത് വരും? സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ് ഇൻറ്റു, ബാക്കി അതേപോലെ അങ്ങ് എഴുതിയാൽ മതി, കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. കറക്റ്റായിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 5 ചോദ്യങ്ങൾ, 5 ചെറിയ 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, 5 ചോദ്യങ്ങളും ഏകദേശം 3 മാർക്കിന് മുകളിലോട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന പാറ്റേണിലുള്ള പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ 5 എണ്ണം. കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റാ ബൈ ബൈ, സീ യു.